വീടുകളിൽ ഉപ്പുദീപം തെളിയിക്കുന്നത് വഴി ലക്ഷ്മി കടാക്ഷം നമുക്ക് ലഭിക്കുകയും ശുഭദേവതകൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്ന് നമുക്ക് സമ്പത്ത്, ഐശ്വര്യം, അഭിവൃദ്ധി എല്ലാം തരികയും അതുമാത്രമല്ല ഈ ലോകത്ത് നമുക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. ആദ്യം തന്നെ നമുക്ക് ഉപ്പ് നിറയ്ക്കാനായിട്ട് അല്പം കുഴിഞ്ഞ ഒരു മൺപാത്രം എടുക്കാം. മൺപാത്രം ഇല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബൗൾ എടുക്കാം, അല്ലെങ്കിൽ വാഴയില ആയാലും മതി. എടുത്തു വെച്ച മൺപാത്രത്തിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി എടുത്ത് എല്ലാ ഭാഗത്തും ഒന്ന് തടവി വെക്കണം. കുറച്ച് വിസ്താരമുള്ള ഒരു പാത്രം എടുക്കുന്നതാണ് നല്ലത്, കാരണം നമ്മൾ ഇതിലേക്ക് കല്ലുപ്പ് നിറയ്ക്കാനാണ് പോകുന്നത്. കുറച്ചധികം കല്ലുപ്പ് ഒരു കൂന പോലെ നമ്മൾ ഇതിലേക്ക് നിറച്ച് വെക്കണം. കണ്ടാൽ ഒരു സമൃദ്ധി തോന്നണം. ഇനി ആ ഉപ്പിൻ്റെ മുകൾ ഭാഗം പതിയെ ഒന്ന് പരത്തി കൊടുക്കണം. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അതിൽ വിതറണം. ഇനി ഒരു മൺചിരാതെടുത്ത് അതിലേക്ക് നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തും ഒഴിക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് പഞ്ഞി തിരിയിട്ടിട്ട് വേണം ദീപം തെളിയിക്കാനായിട്ട്. എണ്ണ തീരുന്നത് വരെ ഈ ദീപം കത്തിക്കൊണ്ടേയിരിക്കണം. ഇത് തനിയെ അണയണം. 41 ദിവസമാണ് നമ്മൾ ഈ ദീപം തുടർച്ചയായി കത്തിക്കേണ്ടത്. നമ്മുടെ വീട്ടിലേക്ക് സമ്പത്ത്, അഭിവൃദ്ധി, ഐശ്വര്യം എല്ലാം വരാൻ വേണ്ടി വെള്ളി, വ്യാഴം അല്ലെങ്കിൽ തിങ്കൾ ഈ 3 ദിവസങ്ങളിലാണ് ആദ്യമായിട്ട് ഈ ദീപം കൊളുത്തി തുടങ്ങേണ്ടത്. ഇനി നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം നടന്നു കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ദീപം തെളിയിക്കുന്നതെങ്കിൽ നമ്മുടെ ജന്മനക്ഷത്രം, ആരുടെ ആഗ്രഹമാണോ സാധിക്കേണ്ടത് ആ ആളുടെ ജന്മനക്ഷത്രം ഓരോ മാസത്തിലും വരുമല്ലോ, ആ ദിവസം വേണം ഈ ഉപ്പുദീപം തെളിയിക്കുന്നത് തുടങ്ങാനായിട്ട്. പിന്നെ നമ്മൾ 41 ദിവസം അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകണം. ഇടയ്ക്ക് മുടങ്ങിയാൽ ദോഷമൊന്നുമില്ല, പക്ഷെ നമ്മൾ ആദ്യം മുതൽ അത് കൗണ്ട് ചെയ്യേണ്ടി വരും. നമ്മളെടുത്ത ഉപ്പ് 41 ദിവസം വരെ നമുക്ക് ഉപയോഗിക്കാം. 41 ദിവസം കഴിയുമ്പോൾ ഈ ഉപ്പ് മാറ്റിയിട്ട് നമ്മൾ പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ ഉപ്പ് എടുത്തിട്ട് നമുക്കിതേപോലെ വിളക്ക് കൊളുത്താവുന്നതാണ്. ഇത് കണ്ടോ, പഞ്ഞിത്തിരി ഉപയോഗിച്ചത് കൊണ്ട് ഒട്ടും കരിന്തിരി കത്തിയിട്ടില്ല. എണ്ണ എല്ലാം വറ്റുന്നത് വരെ ആ ദീപം കത്തി നിൽക്കുകയും ചെയ്യും. നമുക്കിനി കൂടെ സമയം ഇത് കത്തിച്ച് വെക്കണമെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഉപ്പ് അനുഗ്രഹ ദീപം എന്നാണ് ഇനി പറയുന്നത്. ഇത് കൊളുത്തുന്നത് വഴി നമ്മുടെ കടങ്ങളൊക്കെ പെട്ടെന്ന് മാറി കിട്ടുമെന്നും അതേപോലെ വീട് വെക്കാനുള്ള തടസ്സങ്ങളൊക്കെ പെട്ടെന്ന് മാറി കിട്ടുമെന്നും ഒക്കെ വിശ്വാസമുണ്ട്. വീഡിയോ പ്രയോജനപ്പെട്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.